എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 4-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 27-ാം തീയതിയാണ്. ഈ കൊച്ചു കേരളത്തെ, ഈ കേരളത്തിൻ്റെ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ പ്രകാശം കൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനായിട്ട് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയം വ്യാഴാഴ്ച ദിവസം രാവിലെ 6:16 തുടർന്ന് സൂര്യദേവൻ യാത്ര തുടരുന്നു. യാത്ര തുടരുന്ന തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥിയിൽ കൂടിയാണ്. ചതുർത്ഥി തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:22 വരെ ഉണ്ടായിരിക്കും. ഈ ചതുർത്ഥി തിഥിയിൽ കൂടിയാണ് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി ഈ യാത്ര തുടരുക. വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ നിലാവുള്ള, അല്പം മങ്ങിയ നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് ചന്ദ്രദേവൻ കടന്നു വരുന്നു. ഇനിയിപ്പോൾ നിലാവ് കുറഞ്ഞ രാത്രികളാണ് നമുക്ക് അനുഭവപ്പെടുക. കറുത്തപക്ഷ ചന്ദ്രനാണ് നമുക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചന്ദ്രദേവൻ ഒരു രാത്രിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നു. അങ്ങനെ വ്യാഴാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായി നമ്മൾക്ക് അനുഭവപ്പെടുന്നു. ഈ വ്യാഴാഴ്ച ദിവസം തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ ഉദയാൽപരം നക്ഷത്രമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക. അപ്പോൾ തൃക്കേട്ട നക്ഷത്രപ്രകാരം അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളായിരിക്കും 27 നക്ഷത്ര ജാതകരിൽ, തൃക്കേട്ട നക്ഷത്രം ഉൾപ്പെടെയുള്ള ജാതകരിൽ വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഏതൊക്കെ ആൾക്കാർക്കാണ് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ, സാധാരണ ജീവിതാനുഭവങ്ങളെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ വ്യാഴാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്രപ്രകാരം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ആൾക്കാർ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം ഇത്രയും ആൾക്കാരുടെ ജീവിതത്തിലാണ്. അതായത് തൃക്കേട്ട നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം രാവിലെ 8:22 വരെയുണ്ട്. തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 5:57 അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 8:22. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ദിവസം രാവിലെ 5:57 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:22 വരെ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അനുകൂലമായ അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് തൃക്കേട്ട നക്ഷത്ര പ്രകാരം. അതാണ് പ്രത്യേകത. എന്നാൽ ഈ തൃക്കേട്ട നക്ഷത്ര സമയത്ത്, അതായത് വ്യാഴാഴ്ച രാവിലെ 5:57 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:22 വരെയുള്ള സമയം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന നാളുകാരുണ്ട്. അവരും അറിഞ്ഞിരിക്കണം. പ്രതിസന്ധികളിൽ പെടാതെ അവരുടെ ജീവിതം നല്ല നിലയിൽ പോകാൻ വേണ്ടിയാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ, പ്രതികൂലമായ അനുഭവങ്ങളിൽ ചെന്നുപെടാതെ അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്ര, ഉത്രം ഇത്രയും ആൾക്കാർ സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ തേടി വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ടെൻഷൻ അടിക്കാനോ, സമയനഷ്ടം വരാനോ, ധനനഷ്ടം വരാനോ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാനോ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്ര, ഉത്രം. നമ്മളൊരു ചെറിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ടെൻഷൻ അടിക്കും. ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു മൂഡിൽ നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പം കേൾക്കുന്നയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും. നമ്മളുടെ ടെൻഷൻ കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ കേൾക്കുന്നയാൾക്ക് അതൊരു ഇഷ്ടക്കേടായിട്ട് മാറും. അങ്ങനെ ആ കേൾക്കുന്ന വ്യക്തി പിന്നീട് നമ്മളോടൊരു ശത്രുവായി മാറും. അങ്ങനെ പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളാകും. അപ്പം അങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ ശത്രുതയും പ്രശ്നങ്ങളും ഉണ്ടാകും. നീ ഇന്നാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ശത്രുത വരുത്തി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്രയെത്രയോ പ്രശ്നങ്ങളിലാണ് മനുഷ്യർ ഓരോ ദിവസവും അകപ്പെടുക. പല വിധത്തിലുള്ള പ്രതിസന്ധി. പിന്നെ ഇതേക്കുറിച്ചൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ ടെൻഷൻ വർദ്ധിക്കും. ചിലർക്ക് വൈരാഗ്യമാകും, ചിലർക്ക് കോപമാകും, ദേഷ്യമാകും. അങ്ങനെ പല വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ജാതകരെല്ലാം എത്തിച്ചേരുകയാണ്. അപ്പോൾ അങ്ങനെ
മനുഷ്യനിൽ ഈ പ്രതികൂലമായ അനുഭവങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലെ സ്വസ്ഥയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുമെന്ന് ജ്യോതിഷത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ഇന്ന ആളുകാർക്ക് ഇന്ന ദിവസങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകരുത്, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെടരുത്, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ മേലധികാരികളോടുള്ള നല്ലൊരു സമീപനം ഉണ്ടാകണം, തൊഴിലിൽ മാന്യത കാണിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്, ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രതികൂലമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽ നമ്മൾ പെട്ടുകഴിയുമ്പോൾ നമ്മുടെ മാനസികമായ അവസ്ഥ തന്നെ തകർന്നു പോവും, ജീവിതം താളം തെറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ നാളുകാരൊക്കെ സൂക്ഷിക്കാതെ ചെറിയൊരു കാര്യമായാലും മതി, ചെറിയൊരു കാര്യത്തിൽ നിന്നായിരിക്കും വലിയൊരു കാര്യമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത്, അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്ര, ഉത്ര എന്നീ നാളുകാർ വ്യാഴാഴ്ച ദിവസം സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ തേടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക. ഇനിയും ജ്യോതിഷപരമായ പ്രത്യേകതകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള ശുഭസമയം അറിയുക എന്നുള്ളത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ 9:16 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:46 മുതൽ ഉച്ചകഴിഞ്ഞ് 1:46 വരെയുള്ള സമയവും ശുഭസമയമാണ്. കഴിവതും ഈ സമയത്ത് തന്നെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സമയം നോക്കി ചെയ്യുക, അതിന് ഉപേക്ഷ വിചാരിക്കരുത്. കഴിവതും ഒരു അറേഞ്ച്മെൻറ്റിൽ കൂടി പോവുക. ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ഫലം, റിസൾട്ട് കിട്ടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമായ സംഖ്യാശാസ്ത്രം പറയാൻ പോവുകയാണ്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 17 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരും. അപ്പോൾ ഏതൊരു മാസം 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത്. കടുനീല, കടുംപച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ അവരെ തേടിവരുമെന്ന് പറയുന്നു. മാത്രമല്ല, ഇങ്ങനെ കടുനീല, കടുംപച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അവകാശവാദം. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സംഖ്യാജ്യോതിഷം നോക്കി കുട്ടികളുടെ പേരിടുന്നവരുണ്ട്. കുട്ടികൾ ജനിക്കുന്ന തീയതി വെച്ച് അവർക്ക് അനുകൂലമായ പേരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് സംഖ്യാശാസ്ത്രപ്രകാരം ജീവിക്കുന്നവരുണ്ട്. വാഹനമൊക്കെ എടുക്കുമ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരമാണ് വാഹനത്തിൻ്റെ നമ്പർ നോക്കിയൊക്കെ വാഹനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ സംഖ്യാശാസ്ത്രപ്രകാരം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം, മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുക. ഇതൊക്കെ ഒരു പരസ്പരം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടയാളമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും ധനം നമുക്ക് കയ്യിൽ വേണം. നമ്മുടെ കയ്യിൽ നിന്നും ഒഴിയാതെ എപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും ധനം ആവശ്യമാണ്, അല്ലേ? ധനത്തിൻ്റെ സ്ഥിതിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ധനസ്ഥിതി. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ധനപരമായ നേട്ടം ഉണ്ടാകുന്ന നാളുകാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ജ്യോതിഷം പറയുന്നു, വ്യാഴാഴ്ച ദിവസം ചതയം, അനിഴം, ഉത്രാടം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, തൃക്കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരും. ധനപരമായ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്താൽ വിജയിക്കും. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാലൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുന്ന അനുകൂലമായൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നാണ് തൃക്കേട്ട നക്ഷത്രപ്രകാരമുള്ള പൊരുത്തം കൊണ്ടാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ ധനം വന്നു ചേരും. ആരെങ്കിലും ഇരിക്കട്ടെ എന്നെങ്കിലും പറഞ്ഞൊക്കെ കൊടുക്കും. ചതയം, അനിഴം, ഉത്രാടം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, തൃക്കേട്ട ഇത്രയും നാളുകാർക്കാണ് ധനപരമായ നേട്ടം വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം ലോട്ടറി ഭാഗ്യം. ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലോട്ടറി മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. കാരണം സാമ്പത്തികം എങ്ങനെയെങ്കിലും ബാധ്യതയില്ലാതെ കിട്ടാനുള്ള ഒരു വഴിയാണ് ലോട്ടറി ഭാഗ്യം. അപ്പോൾ ഈ ലോട്ടറി ഭാഗ്യത്തിൽ തലവെക്കാത്തവരാരുമില്ല, അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കാത്തവരാരുമില്ല. ഒരു ലോട്ടറിയെങ്കിലും എടുക്കാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ലോട്ടറി എടുക്കുന്നത് അടിച്ചാൽ അടിക്കട്ടെ, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ജ്യോതിഷം പ്രകാരം
ലോട്ടറി ഭാഗ്യമുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർക്കുണ്ട്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി തുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ ഇവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകരുണ്ട്. ഇപ്പോൾ ഞാൻ എത്ര കൂറ് പറഞ്ഞു? 1, 2, 3, 4, 5, 6 കൂറുകാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏകദേശം 60 ലക്ഷത്തിലധികം ആൾക്കാരിൽ നിന്നും 10,500 പേരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവരിൽ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് 1ഉം 2ഉം സമ്മാനങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ 1ാം സമ്മാനവും 2ാം സമ്മാനമൊക്കെ സർക്കാരിന് തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് കിട്ടുക. അപ്പോൾ ഏതായാലും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് പോലെ ഇരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. നക്ഷത്രഫലം വളരെ ചുരുക്കമായിട്ടാണ്, പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ജോലിയിൽ അധികാരം ലഭിക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർ മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്നൊരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല ശാരീരികമായിട്ടുള്ള ബലം, ആരോഗ്യം, സൗന്ദര്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ പലർക്കും സാധിക്കുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സൽപുത്ര ഭാഗ്യം പ്രതീക്ഷിക്കാം. പ്രശസ്തി, അംഗീകാരവും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള സകലവിധ സൗഭാഗ്യങ്ങളും ഇടവക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം. വ്യാഴാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ദശാകാലത്തിൻ്റെ സമയദോഷം അനുഭവിക്കുന്നവർക്ക് ഒരുപക്ഷെങ്കിൽ ഇത് ബാധകമാകണമെന്നില്ല. നല്ല സമയത്തൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം അവർക്ക് നല്ല നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളെന്ന് കേൾക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ധനം ചെലവഴിക്കുകയും അങ്ങനെ ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവ് മുഖേനയുള്ള ഗുണാനുഭവങ്ങളും മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. വ്യാഴാഴ്ച ദിവസം അവർക്ക് 12ലാണ് വ്യാഴം നിൽക്കുന്നത്. 12ലെ വ്യാഴം പുരുഷ ജാതകരെ സംബന്ധിച്ച് ധനത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചെലവ് അല്ലെങ്കിൽ ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പുത്രന്മാരെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ മോശമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ കൂടിയൊക്കെ ധനമൊക്കെ ലഭിക്കാനും മറ്റു മാർഗ്ഗങ്ങളിൽ കൂടിയൊക്കെ ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ കിട്ടുന്ന ധനമൊക്കെ തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ മനസ്സുണ്ടാകുന്നൊരു ദിവസവുമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ഈ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം. 10ാം ഭാവത്തിൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം തനിച്ചു നിൽക്കുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള രാജയോഗത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമായതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള രാജയോഗം തന്നെ ഉണ്ട്. പലർക്കും പുതിയ തൊഴിലൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, കിട്ടുന്നത് തികയത്തില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴം അവരെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു ചേരുക. ചിലർക്ക് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളായിരിക്കും, ചിലർക്ക് മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മക്കൾക്ക് ആപത്ത് അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം അങ്ങനെ പോകും. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും, ഞാൻ പറഞ്ഞ 2 രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ജാതകർക്കെല്ലാം അനുഭവപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ സന്തോഷത്തോടും സൗഭാഗ്യത്തോടു കൂടിയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. എന്നാൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും രോഗവും ദുഃഖവും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിട്ട് കഴിയുന്നവരും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഈ കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് പുത്രഗുണം, കീർത്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ്
അറിഞ്ഞിരിക്കേണ്ട കാര്യം. ധനപരമായിട്ടുള്ള നേട്ടം ഭാഗ്യം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും കന്നിക്കൂറുകാർക്ക് ഭാഗ്യദേവത ഇതുവരെ അങ്ങോട്ട് അവരെ തുണയ്ക്കുന്നില്ല. കാരണം അവരുടെ 7ാം ഭാവത്തിലെ രാഹു മാറിയാൽ മാത്രമേ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു, വ്യാഴം 9-ൽ നിൽക്കുന്നു. അതുകൊണ്ട് വ്യാഴം ഇവരെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഭാഗ്യം കൊണ്ട് അങ്ങോട്ട് അനുഗ്രഹിക്കുന്നില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴം ഈ ജാതകർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വ്യാഴം മാറാൻ പോവുകയാണെങ്കിലും അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വന്നു ചേരാം. അതുപോലെ തന്നെ ഈ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറവായിരിക്കും. ധനഹാനി, മനോദുഃഖമൊക്കെ ചിലർക്കൊക്കെ വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ചിലർക്ക് താമസിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ടാൻ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ, ധനധാന്യ ലാഭം, അങ്ങനെ ബുദ്ധിശക്തി വർദ്ധിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്യുക. വിദേശത്ത് ജോലിക്ക് പോകാനും വിദേശ ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള സാധ്യത ഇവർക്കുണ്ട്. നല്ല ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ നല്ല ദിവസമാണ്. ഈ വ്യാഴാഴ്ച ദിവസം വിവാഹം ആലോചിച്ചാൽ നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം 1/4 നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന്മയൊന്നും അത്ര അനുകൂലമല്ല. പല കാര്യങ്ങളും പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുമായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അറിവോടുകൂടി ജീവിക്കുക. ശത്രുതയും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല സുഹൃത്തുക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പുത്രഗുണം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ല ആരോഗ്യത്തോടുകൂടി ഏതൊരു കാര്യവും ഇടപെടുന്നൊരു ദിവസമാണ്. തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ്. കാര്യവിജയം ഉൾപ്പെടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് ഈ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി 3/4 നാളുകാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരുക. 4ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളെ കൊടുക്കുന്നു. പ്രത്യേകിച്ച് വാഹനയോഗം ഇവർക്ക് കൊടുക്കുന്നു. ശത്രുനാശം കൊടുക്കുന്നു. മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സമ്പത്തും നല്ല വീടും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന പുതിയ വീട് ഒക്കെ മേടിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ കുംഭക്കൂറുകാർക്ക് വന്നിരുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതികാല, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അലസത ഉണ്ടാകാം, കാര്യപ്രാപ്തി കുറവുണ്ടാകാം, കിട്ടുന്ന ധനം തികയാതെ വരാം, തൊഴിൽ കൂടി കിട്ടുന്ന വരുമാനം ഒന്നും പോരാതെ വരാം, കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും, നല്ല ചിന്താഗതി കുറവായിരിക്കും. പക്ഷേ എങ്കിലും അവർക്ക് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. 9ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും. മാത്രമല്ല മക്കളെ കൊണ്ടും മാതാവിനെ കൊണ്ടൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.